ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾക്ക് ഇന്നൊരു ഹോസ്പിറ്റൽ ഡേ ആട്ടോ. ആരുവിന് 3 ദിവസമായിട്ട് പനിയായിരുന്നു. അപ്പോൾ അങ്ങനെ പനിയായിട്ട് അവനെ നവോദയയിൽ നിന്ന് കൊടുക്കുന്നത് കേട്ടോ. അടുത്തുള്ള ക്ലിനിക്കിൽ കാണിച്ചിട്ട് അവൻ്റെ പനി ഭേദമായില്ല. അങ്ങനെ ഞാൻ പിന്നെ അവനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലഡ്, യൂറിനൊക്കെ എല്ലാം കൂടി ടെസ്റ്റൊക്കെ അവൻ കാണുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലാബിൽ കയറി. അവൻ ബ്ലഡ് എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൻ തലകറങ്ങി വീണു കേട്ടോ. അങ്ങനെ അവനെ എൻ്റെ പോലെ തന്നെ വന്നിട്ട് ബ്ലഡ് എടുക്കുന്ന കുറച്ച് താത്തമാരും കാക്കമാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആരൊക്കെയാണെന്ന് അറിയില്ല, അവരൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ ബെഡിൽ കൊണ്ട് കിടത്തി, പിന്നെ കാഷ്വാലിറ്റി കൊണ്ടുപോയി, അതിനൊക്കെ അവർ സഹായിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 2 മണിക്കൂർ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവന് വാശി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തണുത്തത് മാത്രം മതി പറഞ്ഞിട്ട് എന്തായാലും വേണ്ടി വെച്ചിട്ട് ഞാൻ അവന് അവിൽ മിൽക്ക് വാങ്ങി കൊടുത്തു കേട്ടോ. ഉച്ച 2 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഏതായാലും ഈ ചോറൊന്നും കഴിക്കേണ്ട, അവിൽ മിൽക്ക് ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിൽ മിൽക്ക് വാങ്ങി കൊടുത്തിട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇതുവരെയും ഇത്രയും ടേസ്റ്റ് കഴിച്ചില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള അവിൽ മിൽക്കും കട അതിലും സൂപ്പർ കേട്ടോ. നൈന ഐസ്ക്രീം എന്നാണ് കേട്ടോ ഈ കടയുടെ പേര്. താഴെപ്പാലത്താട്ടോ ഉള്ളത്. ആകെ ഈ കാണുന്ന ഒരു കൊച്ചു സ്ഥലമുള്ളൂ. പിന്നെ അടിയിൽ അവരുടെ കിച്ചൺ ഭാഗമായിട്ട് വരുന്ന ഒരു സ്പേസും മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല സൂപ്പർ കടയും നല്ല ഇഷ്ടമായിട്ടോ ഞങ്ങൾക്ക്. നൈന ഐസ്ക്രീം, താഴെപ്പാലം, ഇതാട്ടോ തിരൂർ. അപ്പോൾ എല്ലാവരും പോയി കഴിച്ചോ.